മനുഷ്യനെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോൾ തൻ്റെ ഛായയും സാദൃശ്യവും നൽകാൻ തീരുമാനിച്ച ദൈവം എൻ്റെ സൃഷ്ടി വന്നപ്പോൾ തൻ്റെ സാദൃശ്യം നൽകാൻ മറന്നുപോയതാണോ? ദൈവത്തിൻ്റെ സാദൃശ്യത്തിലേക്ക് വളരാൻ ദൈവം മക്കൾക്ക് നൽകിയിരിക്കുന്ന വലിയ സമ്പത്താണ്, സാധ്യതയാണ് ദൈവഛായ. ഈ സമ്പത്ത്, ഈ സാധ്യത പൂർണ്ണമായും പ്രയോജനപ്പെടുത്തി ദൈവസാദൃശ്യത്തിലേക്ക് വളർന്നവനാണ് വിശുദ്ധ ഫ്രാൻസിസ്. ഞാൻ മിശിഹായോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനിമേൽ ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ജീവിക്കുന്നത് മിശിഹായാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസ്ലീഹായുടെ ഈ വാക്കുകൾ നമ്മളെല്ലാവരും വളരെ അത്ഭുതത്തോടെ ശ്രവിക്കുന്ന ഒന്നാണ്. പൗലോസ്ലീഹായിൽ ഈ വചനം മാംസം ധരിച്ചതുപോലെ പിതാവായ വിശുദ്ധ ഫ്രാൻസിസിലും ഈ വചനം മാംസം ധരിച്ചതുകൊണ്ട് ഫ്രാൻസിസ്കൻസിനെല്ലാം ഈ വചനം വളരെ ഇഷ്ടമാണ്, വളരെ സ്നേഹത്തോടെ നെഞ്ചോട് ചേർക്കുന്ന ഒരു വചനമാണ്. ഈ വചനം എങ്ങനെ ഫ്രാൻസിസിൽ മാംസം ധരിച്ചു എന്നതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ, ധ്യാനിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരമാണ്, എൻ്റെ എളിയ ബുദ്ധിയിൽ ലഭിച്ച ഉത്തരമാണ് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. എന്നാൽ 27-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ്. മനുഷ്യനെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോൾ തൻ്റെ ഛായയും സാദൃശ്യവും നൽകാൻ തീരുമാനിച്ച ദൈവം എൻ്റെ സൃഷ്ടി വന്നപ്പോൾ തൻ്റെ സാദൃശ്യം നൽകാൻ മറന്നുപോയതാണോ? തീർച്ചയായുമല്ല. ഈ സാദൃശ്യം എന്നത് ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന വലിയ ഒരു സാധ്യതയാണ്. തൻ്റെ ഛായയെ സാദൃശ്യത്തിലേക്ക് വളർത്തിയെടുക്കാനാണ് ഓരോ മനുഷ്യനെയും ഭൂമിയിലേക്ക് അവിടുന്ന് പറഞ്ഞു വിട്ടത്. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലേക്ക് വളരാൻ ദൈവം മക്കൾക്ക് നൽകിയിരിക്കുന്ന വലിയ സമ്പത്താണ്, സാധ്യതയാണ് ദൈവഛായ. അതെ, അപ്പനോളം വളരാൻ അപ്പൻ മക്കൾക്ക് നൽകിയ സമ്പത്ത്. ഈ സമ്പത്ത്, ഈ സാധ്യത പൂർണ്ണമായും പ്രയോജനപ്പെടുത്തി ദൈവസാദൃശ്യത്തിലേക്ക് വളർന്നവനാണ് വിശുദ്ധ ഫ്രാൻസിസ്. ഫ്രാൻസിസ് എങ്ങനെയാണ് ഈ സാധ്യതയെ, ഈ സമ്പത്തിനെ പ്രയോജനപ്പെടുത്തിയത് എന്നാണ് നമുക്ക് കാണേണ്ടത്. 1182 ഫ്രാൻസിസിൻ്റെ ജനനം. 1226 ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് തൻ്റെ പ്രിയപ്പെട്ട അപ്പൻ്റെ അടുത്തേക്ക് യാത്രയാകുന്നതുവരെ 44 സംവത്സരങ്ങൾ ഫ്രാൻസിസിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അതിൽ ബാല്യകാലവും മാനസാന്തരത്തിൻ്റെ ആദ്യത്തെ കാലഘട്ടങ്ങളും ഒഴിച്ചാൽ ഏതാണ്ട് 24 വർഷം കൊണ്ട് ഫ്രാൻസിസ് തൻ്റെ നാഥനിലേക്ക്, ക്രൂശിതനായ തൻ്റെ പ്രിയപ്പെട്ടവനിലേക്ക് പൂർണ്ണമായും രൂപാന്തരപ്പെട്ടു. അതേ, അന്ന് ഫ്രാൻസിസ് പഞ്ചക്ഷതങ്ങൾ സ്വന്തം ശരീരത്തിലും ഏറ്റുവാങ്ങി. ആ തിരുനാളാണ് കഴിഞ്ഞ 17-ാം തീയതി വളരെ ആഘോഷത്തോടെ നമ്മളൊക്കെ ആഘോഷിച്ചത്. ഫ്രാൻസിസിൻ്റെ പഞ്ചക്ഷത സ്വീകരണത്തിൻ്റെ 800-ാം വാർഷികം. പൊളേറ്റോ താഴ്വരയിൽ നിന്ന് ലാവർണ മലമുകളിലേക്കുള്ള യാത്ര, താഴ്മയുടെ താഴ്വാരങ്ങളിൽ നിന്ന് സ്നേഹത്തിൻ്റെ കൊടുമുടിയിലേക്കുള്ള ആ യാത്രയാണ് ഫ്രാൻസിസിനെ ദൈവഛായയിൽ നിന്ന് ദൈവസാദൃശ്യത്തിലേക്ക് എത്തിച്ചത്. യജമാനനെ സേവിക്കുന്നതോ ഭൃത്യനെ സേവിക്കുന്നതോ ഏതാണ് അഭികാമ്യമെന്ന ചോദ്യത്തിന് ഫ്രാൻസിസ് കൃത്യമായ ഉത്തരം നൽകി. തീർച്ചയായും യജമാനനെ സേവിക്കുന്നത്. എങ്കിൽ അസീസിലേക്ക് മടങ്ങാനുള്ള ഉത്തരവ് യജമാനനിൽ നിന്ന് ഫ്രാൻസിസ് സ്വീകരിച്ചു. അന്ന് ഫ്രാൻസിസ് സ്പൊളേറ്റോ താഴ്വരയിൽ നിന്ന് ഒരു തിരിച്ചുപോക്ക് നടത്തി. ഈ യാത്രയാണ് ഫ്രാൻസിസിൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും അധികം സ്പർശിച്ച യാത്ര. അന്നുവരെ ഒന്നാമനാകാൻ, വലിയവനാകാൻ, ഉയരങ്ങളിലെത്താൻ, സമ്പന്നനാകാൻ കൊതിച്ച് മുന്നോട്ട് യാത്ര ചെയ്ത ഫ്രാൻസിസ് സ്പൊളേറ്റോ താഴ്വരയിൽ വെച്ച് ഒരു ടേൺ എടുക്കുകയായിരുന്നു. അന്നു മുതൽ ഫ്രാൻസിസിൻ്റെ യാത്രയുടെ ഡിറക്ഷൻ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് മാറി.
ഫ്രാൻസിസ് പിന്നീട് യാത്ര ചെയ്തത് പിന്നിലേക്കാണ്. ആ തിരിച്ചുപോക്ക് പിന്നിലേക്കായിരുന്നു. ഈ യാത്രയിൽ സാന്റമിയാനോ ദേവാലയത്തിൽ വെച്ച് ക്രൂശിതനായ തൻ്റെ നാഥനെ ഫ്രാൻസിസ് കണ്ടുമുട്ടി. മനുഷ്യമക്കളെല്ലാവരെയും പിന്നിൽ നിൽക്കുന്ന, മനുഷ്യമക്കളെല്ലാവരെയും ചെറിയവനായി തീർന്ന തൻ്റെ നാഥനെ കണ്ടുമുട്ടിയപ്പോൾ ഇനി ഫ്രാൻസിസ് മനസ്സിൽ ഉറപ്പിച്ചു, തൻ്റെ യാത്ര ഈ ക്രൂശിതനിലേക്കാണ്. ഇനി ഫ്രാൻസിസിന് ആരെയും കീഴ്പ്പെടുത്തണ്ട, ആരെയും പിന്നിലാക്കണ്ട, ആരുടെയും മുന്നിലാകണ്ട, വലിയവനുമാകണ്ട. തൻ്റെ നാഥനെ പോലെ, ക്രൂശിതനായ തൻ്റെ പ്രിയപ്പെട്ടവനെ പോലെ ഏറ്റവും പിന്നിലാകാൻ ഫ്രാൻസിസ് ദാഹിച്ചു. മനുഷ്യമക്കളെ രക്ഷിക്കാൻ വേണ്ടി സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന, ഈ ഭൂമിയിൽ എല്ലാവരെയും താഴ്ന്നവനായ, പീഡാസഹനത്തിലൂടെ എല്ലാവരുടെയും പിന്നിലായ, ഓരോ മനുഷ്യ സൃഷ്ടിയുടെയും വേദനകൾ ഏറ്റെടുത്ത ക്രൂശിതനായ നാഥൻ്റെ ശൂന്യവൽക്കരണവും അവിടുത്തെ വിനയവും അവിടുത്തെ പീഡാസഹനവും ഫ്രാൻസിസിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചു. ആ ക്രൂശിതനെ സ്നേഹിച്ച് അവിടുത്തെ പ്രതി എല്ലാ മനുഷ്യരെയും സ്നേഹിച്ച് ഫ്രാൻസിസ് തൻ്റെ യാത്ര മുന്നോട്ട് നീങ്ങി. ഫ്രാൻസിസ് സ്നേഹിച്ച ക്രൂശിതൻ എല്ലാവരെക്കാളും ദരിദ്രനായിരുന്നു. അതുകൊണ്ട് ഫ്രാൻസിസും തീരുമാനിച്ചു, ഈ ഭൂമിയിൽ തന്നെക്കാൾ ദരിദ്രനായി ആരും ഉണ്ടാകരുത്. അതുകൊണ്ടാണല്ലോ തന്നെക്കാൾ ദരിദ്രമായ വസ്ത്രം ധരിച്ച ഒരു ഭിക്ഷുവിനെ കണ്ടാൽ ഫ്രാൻസിസ് തൻ്റെ വസ്ത്രമൂരി ആ ദരിദ്രന് കൊടുക്കുമായിരുന്നു. ആ നാഥനോടുള്ള സ്നേഹം ഫ്രാൻസിസിൽ കത്തിജ്വലിച്ചപ്പോൾ അവിടുന്ന് പറയുന്നത് മുഴുവനും ജീവിത പ്രമാണമാക്കി, സുവിശേഷം തൻ്റെ ജീവിത നിയമമാക്കി. ആ സ്നേഹത്തിന് വേണ്ടി എന്തും സ്വീകരിക്കുവാൻ ഫ്രാൻസിസ് തയ്യാറായി. ദാരിദ്ര്യം കൊണ്ടും പരിത്യാഗം കൊണ്ടും തൻ്റെ ശരീരത്തിന് ശിക്ഷണം നൽകിയപ്പോൾ ശൂന്യവൽക്കരണം കൊണ്ട് തൻ്റെ മനസ്സിനെ പഠിപ്പിക്കുവാനും ഫ്രാൻസിസിന് സാധിച്ചു. തൻ്റെ ഹൃദയത്തിൽ ജ്വലിച്ചു നിന്നിരുന്ന സ്നേഹം ഇതെല്ലാം സാധ്യമാക്കി. 84-ാം സങ്കീർത്തനം 5-ാം പാദത്തിൽ നാം വായിക്കുന്നു, ദൈവത്തിൽ ശക്തി കണ്ടെത്തിയവൻ ഭാഗ്യവാൻ, അവൻ്റെ ഹൃദയത്തിൽ സിയോനിലേക്കുള്ള രാജവീഥികളുണ്ട്. പഴയ നിയമ ജനതയ്ക്ക് സിയോൻ ദൈവത്തിൻ്റെ വാസസ്ഥാനത്തിൻ്റെ പ്രതീകമായിരുന്നെങ്കിൽ പുതിയ നിയമ ജനതയ്ക്ക് നമുക്ക് സിയോൻ സ്വർഗമാണ്. മറ്റു വാക്കിൽ പറഞ്ഞാൽ ദൈവൈക്യത്തിൻ്റെ പ്രതീകമാണ്. ദൈവത്തോടുള്ള സ്നേഹം ഈ ദൈവൈക്യത്തിലേക്ക് ഏതു മാർഗവും കണ്ടുപിടിക്കാൻ ഒരു മനുഷ്യനെ പ്രാപ്തനാക്കുന്നു. അതാണ് ഫ്രാൻസിസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഇങ്ങനെ പൂർണ്ണമായും ഈശോനാഥനെ അനുകരിച്ച ഒരു പിതാവ് നമുക്കുണ്ടെന്നുള്ളത് അഭിമാനാർഹമായ ഒരു സംഗതിയാണ്. ഈ പിതാവിനെ അനുകരിച്ച് ക്രൂശിതനോടൊന്നാകാൻ, അവിടുത്തെ സ്നേഹം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി നമ്മുടെ സഹോദരങ്ങൾക്ക് നിർലോഭം കൊടുക്കുവാൻ, അങ്ങനെ ഫ്രാൻസിസിനെ പോലെ ക്രൂശിതൻ്റെ ഐക്കണായി ഈ ഭൂമിയിൽ ജീവിക്കാൻ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. Thank you.